എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വചനം പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ഭാഗം പത്രോസിൻ്റെ 1-ാം ലേഖനമാണ്. അതിൽ 1-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അപ്പം ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിലാണ്. മലയാളം ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പത്രോസ് എന്നാണ്. പത്രോസിന് യേശു കർത്താവ് കൊടുത്ത പേരാണല്ലോ പീറ്റർ അല്ലെങ്കിൽ പെട്രോസ്. പെട്രോസ് എന്ന വാക്കിനർത്ഥം സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക്. പീറ്റർ ആൻ അപ്പോസ്തോൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പോസ്തോലൻ ആരാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ വേർഡ് ഏതാണെന്ന് നോക്കാം. അപ്പോസ്തോൽ. അപ്പം അപ്പോസ്തോൽ എന്ന് പറയുന്നത് അതും ഗ്രീക്ക് വേർഡാണ്. അത് ഓൾഡ് ഗ്രീക്കിൽ, പഴയ കാലത്തുള്ള ഗ്രീക്കിൽ അപ്പോസ്റ്റെലൈൻ എന്നാണ്. അതിൻ്റെ അർത്ഥം സെൻഡ് ഫോർത്ത് അല്ലെങ്കിൽ അയക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ് അതിന് വന്നത്. ഭാഷയിൽ വ്യത്യാസം വന്നു. പുതിയ ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തോലോസ് എന്നാണ് പറയുന്നത്. അപ്പോസ്തോലോസ് അതിൻ്റെ അർത്ഥം മെസ്സഞ്ചർ എന്നാണ്, അല്ലെങ്കിൽ ഒരു ദൂതൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ അത് ലാറ്റിനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് പഴയ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം അപ്പോസ്തോൽ അല്ലെങ്കിൽ അപ്പോസ്തിൽ എന്നാണ് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തപ്പം വന്നത്. ഈ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ദൂതൻ എന്നാണ് അപ്പോസ്തോൽ എന്ന വാക്കിന് അർത്ഥം വരുന്നത്. ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ അപ്പോസ്തോൽ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോൽ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അയച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് പോകുന്ന വ്യക്തിയാണ് ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവാണ് ഒരു അപ്പോസ്തോലൻ ആയിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. ആ വ്യക്തിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ പല ദേശങ്ങളിൽ പോയിട്ട് സുവിശേഷം അറിയിക്കുകയും അവിടെ ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഒരുപാട് കൂട്ടായ്മകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ ആക്കി വെച്ചിട്ട് അടുത്ത ദേശത്തേക്ക് പോകും. ഇങ്ങനെയുള്ളവരെയാണ് യേശു കർത്താവിൻ്റെ അപ്പോസ്തോലൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അപ്പോസ്തോലന്മാരെ സഭകളിലെ യേശു കർത്താവ് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇന്നും ഒരുപാട് അപ്പോസ്തോലന്മാരുണ്ട്. എന്നാൽ അപ്പോസ്തോൽ എന്നുള്ളൊരു പേരെടുക്കാനായിട്ടല്ല അവരെ ദൈവം വിളിച്ചത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ മാന്യത ഉണ്ടാവാനുമല്ല. ദൈവം അവരെ അയക്കുകയാണ്. അവരെ പല ദേശത്തേക്കും അയച്ചിട്ട് അവിടെ സുവിശേഷം അറിയിക്കുകയും രക്ഷയിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പേരെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോസ്തോലൻ ആകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അപ്പോസ്തോലൻ എന്ന് പറയുന്നത് യേശു കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഒരു മനുഷ്യർക്കും ഒരു വ്യക്തിയെ അപ്പോസ്തോലനാക്കാൻ സാധിക്കുകയില്ല. അപ്പം അപ്പോസ്തോലൻ എന്ന് പറയുന്നത് അയക്കപ്പെട്ട വ്യക്തിയാണ്. അത് യേശു കർത്താവ് അയക്കുന്ന വ്യക്തിയാണ്. ഓക്കെ. അപ്പം പത്രോസിനെ യേശു കർത്താവാണ് അപ്പോസ്തോലനായിട്ട് ദേശങ്ങളിലേക്ക് അയച്ചത്, അല്ലാതെ മനുഷ്യരാരുമല്ല. ഓക്കെ. മനുഷ്യരയക്കുന്ന അപ്പോസ്തോലന്മാരൊന്നും യേശു കർത്താവിൻ്റെ അപ്പോസ്തോലനും അല്ല. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കള്ള അപ്പോസ്തോലന്മാരൊക്കെ ഇന്ന് പേരെടുത്ത് വരികയും നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരിലൊന്നും നമ്മൾ വിശ്വസിക്കാതെ യേശു കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തി എന്താണെന്ന് നോക്കി മനസ്സിലാക്കുക. അവർ പല ദേശങ്ങളിൽ പോകും, അവിടെ ഒരുപാട് പേരെ രക്ഷിക്കപ്പെടുത്തും. അതുപോലെ തന്നെ അവർ കൂട്ടായ്മകൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അവർ ആരാധന, യേശുവിൻ്റെ നാമത്തിലുള്ള ആരാധന അവിടെ തുടങ്ങും. ഇങ്ങനെയുള്ള വ്യക്തികളാണ് അപ്പോസ്തോലന്മാരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് chosen or sent by Jesus Christ to preach the gospel and establish the church
അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു മിഷണറിയെയും നമുക്ക് അപ്പോസ്തലൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്ത ഭാഗം ഞാൻ വായിക്കുകയാണ്. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും എന്നാണ് മലയാളം വേർഷനിൽ വന്നിരിക്കുന്നത്. ഇനി കിങ് ജെയിംസ് വേർഷനാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ടു ദ സ്ട്രേഞ്ചേഴ്സ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് പൊന്തോസ്, ഗലാത്തിയ, കപ്പഡോക്കിയ, ആസിയ, ബിഥിന്യ. ഓക്കെ, അത് കിങ് ജെയിംസ് വേർഷനിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ടു ദ സ്ട്രേഞ്ചേഴ്സ് സ്കാറ്റേർഡ് എന്നാണ് വന്നിരിക്കുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ വരുമ്പം ടു ദ പിൽഗ്രിംസ് ഓഫ് ഡിസ്പേർഷൻ ഇൻ പൊന്തോസ്, ഗലാത്തിയ, കപ്പഡോക്കിയ, ആസിയ, ബിഥിന്യ എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ടു പിൽഗ്രിംസ് ഓഫ് ഡിസ്പേർഷൻ എന്നാണ് വരുന്നത്. എന്നാൽ ഈ ഗ്രീക്ക് ബൈബിളിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ഒറിജിനൽ ഇത് എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണല്ലോ. അതേപടി കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, പീറ്റർ ആൻഡ് അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ഇലക്ട് സൊജോണേഴ്സ് ഓഫ് ദ ഡിസ്പേർഷൻ ഓഫ് പൊന്തസ്, ഗലാത്തിയ, കപ്പഡോക്കിയ, ആസിയ, ബിഥിന്യ. അപ്പോൾ ഈ പൊന്തോസും ഗലാത്യയും കപ്പദോക്യയും ആസിയയും ബിഥിന്യ, ഇത് 5 സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പം അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇന്നും ആ സ്ഥലങ്ങളൊക്കെ നിലനിൽക്കുന്നു. പേര് പക്ഷേ മാറിക്കാണും. ഇനി അതിൻ്റെ ചരിത്രമൊന്നും പഠിച്ചിട്ടും ഈ സ്ഥലപ്പേരൊന്നും കാണാതെ പഠിച്ചിട്ടും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പ്രയോജനമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ സ്ഥലങ്ങളാണ്, 5 സ്ഥലങ്ങളാണെന്ന് മാത്രം പറഞ്ഞു പോകുന്നു. ഇനി ചിതറിപ്പാർക്കുന്ന പരദേശികൾ. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ചിതറിപ്പാർക്കുക എന്ന് പറയുന്ന വേർഡ് കിങ് ജെയിംസ് വേർഷനിൽ സ്കാറ്റേർഡ് എന്നാണ് വരുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഡിസ്പേർഷൻ എന്നാണ് വരുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗ്രീക്കിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്തപ്പോൾ ഡിസ്പേർഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ചിതറുക എന്നുള്ളത്, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാലും ചിതറുക എന്നുള്ള അർത്ഥമാണ്. അപ്പം പല കാരണത്താലായിരിക്കും ചിലപ്പോൾ ഇവർ ചിതറിപ്പാർക്കുന്നത്. ചിലപ്പോൾ പീഡകൾ കൊണ്ടായിരിക്കാം ഇവർ ചിതറിപ്പാർക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ 5 സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്നവരാണ്. പരദേശികൾ എന്നാണ് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരദേശികൾ. പരദേശികൾ നാം ഭാഗ്യശാലികൾ പോലൊരു ജാതിയുണ്ടോ. അപ്പം ഇത് ശരിക്കും ഇവിടെ പരദേശികൾ എന്ന് വരുന്നത് അതിനൊരു ആത്മീക അർത്ഥമാണ് വരുന്നത്. ഒരു ദേശത്ത് പരദേശികൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഗൾഫിൽ പോവുകയാണെങ്കിൽ ദുബായിൽ ചെന്നാൽ ഞാൻ അവിടെ ഒരു പരദേശിയാണ് അല്ലെങ്കിൽ ഫോറിനറാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് പരദേശികൾ എന്ന് വരുന്നത്. ഇനിയും കിങ് ജെയിംസ് വേർഷനിൽ ടു ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് വരുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപരിചിതർ എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്. മലയാളത്തിൽ ഫോറിനേഴ്സ് എന്ന് വന്നു. കിങ് ജെയിംസ് വേർഷനിൽ അപരിചിതർ എന്നാണ് വരുന്നത്, സ്ട്രേഞ്ചേഴ്സ്. ഇനി മൂന്നാമത്തത് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പിൽഗ്രിംസ് എന്നാണ് വരുന്നത്, തീർത്ഥാടകരെന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പിൽഗ്രിംസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയും ഗ്രീക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം സൊജോർണേഴ്സ്, SOJOURNERS, സൊജോർണേഴ്സ് എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം നമുക്ക് അറിയാം. ആദ്യത്തെ പരദേശി എന്ന് പറഞ്ഞാൽ ഫോറിനർ, സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ പരിചിതൻ എന്നാണ്. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ വന്നിരിക്കുന്ന പിൽഗ്രീം അല്ലെങ്കിൽ തീർത്ഥാടകരെന്നാണ്. ഇനി നാലാമത്തത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ സൊജോർണേഴ്സ് എന്നുള്ളൊരു പേരാണ്. അതെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളാണ്, ടെമ്പററി, അപ്പം താൽക്കാലികമായിട്ട് ജീവിക്കുന്ന ആൾ. അപ്പോൾ ഈ പോർഷൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത്, നമ്മളൊരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ കടന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ കടന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പൗരത്വം സ്വർഗത്തിലാണ്, അല്ലേ? നമ്മൾ സ്വർഗത്തിലാണ് നമ്മളുടെ പൗരത്വം, നമ്മുടെ സിറ്റിസൺഷിപ്പ്. അതുകൊണ്ട് തന്നെ ഈ സ്വർഗീയ പൗരത്വമുള്ളവർക്ക് യേശു കർത്താവ് പറയുന്നത്, ഈ ഭൂമി നമുക്കെന്താണ്,
ഒരു ടെമ്പററി റെസിഡൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അപരിചിതരാണ് ഇവിടെ. ഓക്കെ, ഈ ഭൂമിയിൽ ഇനി നമ്മൾ ജീവിക്കുമ്പം അപരിചിതരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലുള്ളതിനെ ഒന്നും സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളതിനെ ഒന്നും നമ്മൾ വാരി പിടിച്ചുണ്ടാക്കി നിക്ഷേപിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇനി അടുത്ത പോർഷനിലോട്ട് നമ്മൾ കടക്കുവാണ്. അപ്പോൾ അവിടെ വരുന്നത് വൃതന്മാർ എന്നുള്ള ഒരു വേർഡാണ് മലയാളം ബൈബിളിൽ വന്നിരിക്കുന്നത്. എന്നാൽ വൃതന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്രതം നോക്കി വേർപെട്ടിരിക്കുന്നവരെന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ആ ഭാഗത്ത് അങ്ങനെ ഒരു വൃതന്മാർ എന്നുള്ളൊരു വേർഡ് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു വാക്കില്ല. ഓക്കെ, അപ്പോൾ അതിന് പകരം അവിടെ ഇലക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വേർഷനിലും കിങ് ജെയിംസ് വേർഷനിലും ന്യൂ കിങ് ജെയിംസ് വേർഷനിലും ഇലക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ്. അപ്പം ശരിക്കും മലയാളത്തിൽ വരേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള രീതിയിലായിരുന്നു വരേണ്ടത്. ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ ആ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഇലക്റ്റ് അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗാഡ് ദി ഫാദർ. അവൻ്റെ അപ്പോസ്തോലനായ പത്രോസ് 5 ദേശങ്ങൾ അല്ലെങ്കിൽ പൊന്തോസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ആസിയ, ബിഥിന്യ, അപ്പം ഈ സ്ഥലങ്ങളിലുള്ള ചിതറിപ്പാർക്കുന്ന പരദേശികൾ ഓർ സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ സൊജേർണേഴ്സ്, ടെമ്പററി റെസിഡൻസ്, പിൽഗ്രിംസ്, ആരുമായിക്കോട്ടെ, അവരെ തിരഞ്ഞെടുത്തതാണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആര് തിരഞ്ഞെടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ് ഇവിടെ എന്ത് ചെയ്തത്, തിരഞ്ഞെടുപ്പ് നടന്നത്. ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിലും ന്യൂ കിങ് ജെയിംസ് വേർഷനിലും ഇനി എല്ലാ വേർഷനിലും വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇലക്റ്റ് അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗാഡ് ദി ഫാദർ എന്നാണ് വരുന്നത്. ഫോർ നോളജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നറിവെന്ന് തന്നെയാണ്. ഫോർ നോളജ്, നേരത്തെ അറിയായിരുന്നു. അപ്പം പിതാവായ ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നിട്ടാണ് ഓരോ വ്യക്തികളും രക്ഷിക്കപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം രക്ഷിക്കപ്പെട്ട വ്യക്തികളെ എല്ലാം ദൈവം മുന്നമേ ലോകസ്ഥാപനത്തിന് മുന്നമേ കണ്ടതാണെന്ന് നമ്മൾ വേറൊരു ഭാഗത്തൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുമെന്ന് പിതാവാൻ ദൈവത്തിന് മുന്നമേ അറിയായിരുന്നു. ഓക്കെ, ഒരു വചനം പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അപ്പം ദൈവം സ്വർഗത്തിൽ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് എന്നെ തിരക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പം നമ്മളുടെ കടമ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നാൽ ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. പത്രോസിനെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തത് യേശു കർത്താവാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം വരുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്നാണ് മലയാളം വെർഷനിൽ വരുന്നത്. അപ്പോൾ കിങ് ജെയിംസ് വെർഷനിൽ ത്രൂ ദി സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി സ്പിരിറ്റ് എന്നാണ് വരുന്നത്. ഇനിയും ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ വരുമ്പം ഇൻ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി സ്പിരിറ്റ് എന്നാണ് വരുന്നത്. ഇനിയും ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈ ദി സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി സ്പിരിറ്റ് എന്നാണ് വരുന്നത്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. ഓക്കെ, അപ്പം വിശുദ്ധീകരണം എന്നാണ് ദ പ്രോസസ് ഓഫ് ബീയിങ് മെയ്ഡ് ഹോളി. വിശുദ്ധീകരിക്കുക എന്നുള്ളതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുദ്ധീകരണം, അതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ത്രൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിലൂടെയാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്നും ആത്മാവിൻ്റെ ശുദ്ധീകരണത്താലാണ് എന്ന് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോഴും ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. അപ്പം പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന്, നമ്മളെ നേരത്തെ തന്നെ അറിയായിരുന്നു നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ മുന്നറിവിനൊത്തവണ്ണമാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. അതേപോലെ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് നോക്കാം. അനുസരണം കാണിപ്പാനാണ് നമ്മൾ മലയാളം വെർഷനിൽ അനുസരണം കാണിപ്പാനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിങ് ജെയിംസ് വെർഷനിൽ വരുന്നത് അൺടു ഒബീഡിയൻസ് എന്നാണ് വരുന്നത്. ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ ഫോർ ഒബീഡിയൻസ് എന്നാണ് വരുന്നത്.
അൺടു എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ടു എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. അതേപോലെ തന്നെ അൺടിൽ എന്നുള്ള അർത്ഥവും. ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം തിരഞ്ഞെടുത്തത് നമ്മൾ അനുസരണമുള്ളവരായിരിക്കാനാണ്. നമ്മുടെ ആത്മാവിനെ ദൈവം വിശുദ്ധീകരിച്ചത് നമ്മൾ അനുസരണമുള്ളവരായിട്ട് ഇരിക്കാനായിട്ടാണ്. ഭാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി എന്നാണ് മലയാളം വെർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കിങ് ജെയിംസ് വെർഷനിൽ വരുമ്പം ആൻഡ് സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം സ്പ്രിംഗ്ലിംഗ്, ഓക്കെ, സ്പ്രിംഗ്ലിംഗ്. അപ്പം ന്യൂ കിങ് ജെയിംസ് വെർഷനിലും ഡയറക്റ്റ് കൺവേർഷനിലും എല്ലാം വരുന്നത് സ്പ്രിംഗ്ലിംഗ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സ്പ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തളിക്കുക. അപ്പം ഈ യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ സ്പ്രിങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തളിക്കുക എന്ന് വെച്ചാൽ ഈ ഡ്രോപ്സ് ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോപ്സ് നമ്മളിൽ വിതറുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സ്പ്രിംഗ്ലിംഗ് ഓഫ് ദി ബ്ലഡ് ഓഫ് ജീസസ്. അപ്പോൾ യേശുവിൻ്റെ രക്തം നമ്മൾ എന്ത് ചെയ്യണം? തളിക്കണം. നമ്മളെപ്പോഴും യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ തളിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അത് കിങ് ജെയിംസ് വെർഷനിൽ വരുമ്പം ഗ്രേസ് അൺടു യു ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് എന്നാണ് വരുന്നത്. ഇനിയും ന്യൂ കിങ് ജെയിംസ് വെർഷനിൽ വരുമ്പം ഗ്രേസ് ടു യു ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് എന്ന് വരും. ഇനിയും ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഗ്രേസ് ടു യു ആൻഡ് പീസ് മേ ബി മൾട്ടിപ്ലൈഡ് എന്നും വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ. കൃപ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അൺടു യു, ടു യു എന്ന് പറഞ്ഞാലും ടു യു അൺടു യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ എന്ന് തന്നെയാണ് വരുന്നത്. കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് കൃപ. ഓക്കെ, അപ്പോൾ ആ കൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ പീസ് എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം. അപ്പോൾ ഈ സമാധാനം എന്ത് ചെയ്യുക? ബി മൾട്ടിപ്ലൈഡ്, അത് ഇരട്ടിക്കട്ടെ എന്നാണ് കിങ് ജെയിംസ് വെർഷനിൽ പീസ് ബി മൾട്ടിപ്ലൈഡ് എന്ന് പറയുന്നു. ന്യൂ കിങ് ജെയിംസ് വെർഷനിലും പീസ് ബി മൾട്ടിപ്ലൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇരട്ടിയാകട്ടെ, നിങ്ങളുടെ സമാധാനം ഇരട്ടിയാകട്ടെ. എന്നാൽ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് വരുന്നത് പീസ് മേ ബി മൾട്ടിപ്ലൈഡ് എന്നാണ് വരിക. പീസ് മേ ബി മൾട്ടിപ്ലൈഡ് എന്ന് വരും. അപ്പം മേ ബി എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും അല്ലെങ്കിൽ ഇരട്ടിയാകുമായിരിക്കും എന്നുള്ള. മേ ബി, ചിലപ്പോൾ ആകുമായിരിക്കും. നിങ്ങളുടെ സ്വഭാവം പോലെ ഇരിക്കും നിങ്ങൾക്ക് നമ്മുടെ സമാധാനത്തിൻ്റെ വർധന. ഓക്കെ, അപ്പം മേ ബി എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തമായിട്ടൊരു സമ്മറി നമുക്ക് ഈ ഒരു 2 പോർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പത്രോസും 12 ശിഷ്യന്മാരും അതിനുശേഷമുള്ള ശിഷ്യന്മാരും ഇപ്പോഴുള്ള അപ്പോസ്തോലന്മാരെയൊക്കെ യേശു കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ശരിയായിട്ടുള്ള അപ്പോസ്തോലന്മാർ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ അവരെ കണക്കാക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി അപ്പോസ്തോലൻ എന്നൊരു നാമം എടുത്തതുകൊണ്ട് അവർ അപ്പോസ്തോലനാകണമെന്നൊന്നുമില്ല. കള്ളപ്രവാചകൻ്റെ അപ്പോസ്തോലനാകാനും സാധ്യതയുണ്ട്. നമ്മൾ സ്വയമായിട്ട് നമ്മളെ തന്നെ പുകഴ്ത്താതിരിക്കുക. അത് വിശ്വാസ ജീവിതത്തിൽ യോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇപ്പം നമ്മൾ അപ്പോസ്തോലൻ്റെ കാര്യമേ പറഞ്ഞുള്ളെങ്കിലും പ്രവാചകരായിട്ടും വെറുതെ മനസ്സിൽ തോന്നുന്നതല്ല വിളിച്ച് പറഞ്ഞ് പ്രവാചകരാന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. അതുപോലെ ദൂത് പറയുവാന്നും പറഞ്ഞ് പല മനസ്സിൽ തോന്നുന്നത് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇതൊന്നും ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരല്ല. അപ്പം ദൈവം സെലക്ട് ചെയ്ത ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ ഇവരുടെ ഫലത്താലാണ് അറിയുന്നത്. അപ്പം അപ്പോസ്തോലനായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി പല ദേശത്തിൽ പോയി സുവിശേഷം പറഞ്ഞ് അവിടെ പല ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും അവിടെ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്യുകയും അവരെയൊക്കെ സഭ സ്ഥാപിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരാണ് എന്ത് ചെയ്തത്? അപ്പോസ്തോലന്മാർ. ഓക്കെ, തെറ്റായ ഉപദേശം നടത്തി ആളുകളെ വശീകരിക്കുന്നവരുണ്ട്. അതൊന്നും അപ്പോസ്തോലനാണോ? യേശു കർത്താവിൻ്റെ അപ്പോസ്തോലനല്ല, വേറെ വല്ലോ കള്ളപ്രവാചകൻ്റെയൊക്കെ അപ്പോസ്തോലന്മാർ കാണുമായിരിക്കും. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മൾ ഇവിടെ ടെമ്പററി റെസിഡൻസ് ആണ്. നമ്മൾ ടെമ്പററി ആയിട്ട് മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാവുള്ളൂ. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഗൾഫിൽ പോയി, ജോലിക്ക് വേണ്ടി പോയി. അവിടുന്ന് ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവനും ഞാൻ ഒക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു, കേരളത്തിൽ കൊണ്ടുവന്നു. ഞാനിവിടെ വീട് പണിയുന്നു, ഇവിടെ ചെയ്യും. എന്നാൽ ഗൾഫിൽ ഞാൻ വീട് പണിയാറില്ല. കാരണം അവിടെ എനിക്ക് പൗരത്വമൊന്നുമില്ല. അവിടെ ഞാൻ എന്ത് നിക്ഷേപിച്ചാലും അതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഞാൻ എൻ്റെ നിക്ഷേപം മുഴുവനും ഞാൻ എൻ്റെ പെർമനൻറ്റ് റെസിഡൻസ് ഏരിയയിലായിരിക്കും കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നമ്മൾ നിക്ഷേപം വയ്ക്കുക. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ത് നിക്ഷേപം വെച്ചാലും അതൊന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയിൽ നിക്ഷേപത്തെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. നമ്മൾ നിക്ഷേപം വെച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇനിയും പഠിക്കുമ്പോൾ അറിയാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അനുസരിക്കണം, നമ്മൾ വചനം അനുസരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെപ്പോഴും കഴുകപ്പെട്ടുകൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം ദിവസേന. അപ്പോഴേ നമ്മുടെ തേജസ്സും ഒക്കെ വർദ്ധിക്കും. അപ്പം നമുക്ക് കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മുടെ മരണശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്വർഗത്തിൽ കയറിപ്പോകണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നമ്മൾ ഈ കാര്യങ്ങൾ, അതായത് ഈ 4 പോയിൻറ്റ്സ് നമുക്ക് നമ്മളെ കഴിയാവുന്നത്രയും നമുക്ക് പാലിച്ചു പോകാം. ഒന്നാമത്തത്, നമ്മൾ സ്വയമായിട്ടൊരു നാമവും എടുക്കാതിരിക്കുക. യേശു കർത്താവ് തിരഞ്ഞെടുത്ത് എന്തെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുക. കാണുന്ന അപ്പോസ്തലന്മാരിലെല്ലാം വിശ്വസിച്ച് നമ്മുടെ സമയം വെറുതെ ചിലവാക്കാതെ വിവേചനമുള്ളവരായിട്ട് എപ്പോഴും ഇരിക്കണം. നമ്മൾ വിവേചനമുള്ളവരായിട്ട് അപ്പോസ്തലന്മാർ എന്ന് വരുന്ന വ്യക്തിയുടെ ക്വാളിറ്റീസ് ഒരു വ്യക്തിയിലുണ്ടോ എന്ന് നോക്കി മാത്രം അവരെ അംഗീകരിക്കുക, അല്ലാത്തവരെ തള്ളിക്കളയുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ഒരു ടെമ്പററി റെസിഡൻസ് ആയിട്ട് മാത്രം ജീവിക്കുക. പെർമനൻ്റ് ആയിട്ടുള്ള റെസിഡൻസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിക്ഷേപിക്കാനും പോകണ്ട. ഭൂമിയിൽ നമുക്ക് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒന്നും അതിന് വേണ്ടെന്ന് വെക്കുക. നമ്മൾ ദൈവത്തെയും വചനത്തെയും ഒക്കെ അനുസരിക്കണം. ഒബീഡിയൻ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കുക. ഓക്കെ, ഒബീഡിയൻ്റ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെപ്പോഴും കഴുകിക്കൊണ്ടേയിരിക്കുക. നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതിന് മുന്നേ നമുക്ക് യേശുവിൽ നിന്ന് പല കൃപകളും പിന്നെ കർത്താവിൻ്റെ ഒരു വലിയ സമാധാനവും നിങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ബൈ പറയുകയാണ്. അപ്പം യേശു എല്ലാവരും സൂക്ഷിക്കട്ടെ, ദുഷ്ടം തൊടാതെ വണ്ണം സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.